G7 ഉച്ചകോടിയുടെ ഭാഗമായി മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ന് US ആക്രമണത്തിൽ ഭാരതീയരായ നാവികർ കൊല്ലപ്പെട്ട വിഷയം ചർച്ചയിൽ പ്രധാനമന്ത്രി ഉന്നയിക്കും. ഇറാൻ US ധാരണ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതായി ട്രംപ് അറിയിച്ചു. രണ്ടാം ഘട്ടം കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാകും. ഇറാഖിന്റെ എണ്ണ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം നീക്കിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഐസൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഐസൺ, എപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കുക? കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങളാകും രണ്ട് നേതാക്കളും ചർച്ച ചെയ്യുക? ഐസൺ. ഗൗതം, ഇന്ന് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഏറ്റവും നിർണായകമാകുന്നത് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന പല ഗൗരവമേറിയ വിഷയങ്ങളാണ്. അത് അന്താരാഷ്ട്ര വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ ഏറ്റവും ഗൗരവമർഹിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഭാരതീയരായ 3 നാവികർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഹോർമുസിലെ US ആക്രമണത്തിലാണ് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും 3 ഭാരതീയർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇതായിരിക്കും പ്രധാനമായും ഉന്നയിക്കപ്പെടുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ യുദ്ധ വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ഭാരതവുമായുള്ള വിശാലമായൊരു സഖ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് അമേരിക്കയുമായുള്ളത്. അത് പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലകളും അതുപോലെ തന്നെ വിവിധ മേഖലകളിലെല്ലാം തന്നെ കാര്യമായൊരു ഇടപെടൽ നടത്താനുള്ളൊരു സാധ്യത ഇരു രാജ്യങ്ങളും തമ്മിൽ തുറക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇരു രാഷ്ട്രത്തലവന്മാരുടെയും കൂടിക്കാഴ്ച. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായൊരു ചർച്ചയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായി നടക്കുക എന്നാണ് നിലവിൽ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകളായിരിക്കും. ഇന്ന് G7 സമ്മേളനത്തിൻ്റെ ഔട്ട്റീച്ച് സമ്മേളനത്തിൽ വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിശ്വാസ്യതയാണ് അടിസ്ഥാനപരമായി വേണ്ടത്. ലോകത്തിന് ആവശ്യത്തിലേറെ സമ്പത്തും റിസോഴ്സും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ വിശ്വാസ്യത സൂക്ഷിക്കാൻ സാധിക്കാത്തതാണ് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി. അത് തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ കാതലായ ഒരു ആശയമാകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ചർച്ച ചെയ്യും. ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേർന്നത്.